ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത്ര റിച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് കരിമീനൊന്നുമല്ല, സിലോപ്പിയാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, പച്ചമുളക്, തക്കാളി, നാരങ്ങ ആൻഡ് സവോള കുനുകുന അരിഞ്ഞത്. സോ നമുക്ക് മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പെപ്പറും കൂടെ ചേർക്കാം, ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ലെമൺ, ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു അരപ്പ് പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യേണ്ടത്. മീൻ രണ്ടെണ്ണം ഉണ്ടെങ്കിലും വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെട്ടി കണ്ടിച്ച് മീൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് തട്ടി. പിന്നെ നമുക്ക് മെയിൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ സവോളയും നമ്മുടെ പച്ചമുളകൊക്കെ കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോൾഡൻ കളറിലേക്ക് വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിൽ മീൻ വറക്കാൻ പോകണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റായി. അതിൽ കൂടെ ക്ഷമ എനിക്കില്ല. ഇത് വീഡിയോ എടുക്കുക ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പരിഷ്കരിച്ച രീതിയിൽ മീൻ ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചറപറ മീൻ വാരി എടുത്തേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച ഗോൾഡൻ യെല്ലോ കളർ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ചേർത്തെടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടെ ചേർക്കണം. മസാലയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് പവിത്രത ഒട്ടും നശിച്ചു പോവാത്ത നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ തന്നെ നിങ്ങളത് അറിയേണ്ട, അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കുക. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. സംഭവമൊക്കെ ഏകദേശം റെഡിയായി വന്നപ്പോൾ നമ്മൾ അപ്പുറത്ത് പറമ്പിൽ പോയി വാഴയിലൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വാട്ടി വെച്ചു. സോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല നമ്മൾ കുറച്ചിങ്ങനെ നമ്മുടെ വാട്ടി വെച്ച വാഴയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മീൻ വറുത്തത് വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിന്നെയും ആ മസാല വെച്ച് കോട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ വാഴയിലൊന്ന് പൊതിഞ്ഞ് കെട്ടി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. ഒരുപാട് കരിയാനും പുകയാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഇങ്ങനെയൊന്ന് ആ വാഴയിലയുടെ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. കാരണം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഓൾറെഡി വെൽ കുക്ക്ഡ് ആണ്. സോ ഗൈസ്, ഫൈനലി നമുക്ക് തിന്ന് നോക്കാം. എൻ്റെ മോനെ, എന്നാ ടെംപ്റ്റിങ് സ്മെല്ലാന്നറിയോ എന്ന് കരുതി വായിലേക്ക് വാരി വിഴുങ്ങി നിങ്ങൾ അണ്ണാക്കൊന്നും പൊള്ളിക്കരുത്. പതുക്കെ സാവകാശം തിന്ന് നോക്കുക. ഇതൊരു കിണ്ണം സ്റ്റൈൽ മീൻ പൊള്ളിച്ചതാണ്. സോ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്. ഡു സബ്സ്ക്രൈബ്. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ഗൈസ്.